എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞു. ശ്രീ രമേശ് കാവ്യൻ്റെ പാതിര എന്ന നോവലാണ് വായിച്ചു കഴിഞ്ഞത്. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യാ ചരിത്രത്തിൽ സുപ്രധാനമായൊരു ദിവസമാണിന്ന്. 1975 ജൂൺ 25-ാം തീയതി അർദ്ധരാത്രിയാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിൻ്റെ 50-ാം വാർഷികം കൂടിയാണ് ഇന്ന്. ഈ നോവൽ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഉള്ളൊരു നോവൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് പ്രാധാന്യങ്ങൾ ഉള്ളത്. ജയരാമൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഇലഞ്ഞിപ്പറമ്പ് ദേശത്തെ പോളിംഗ് ബൂത്തിൽ മുഖ്യ പോളിംഗ് ഓഫീസറായി എത്തുകയാണ്. അയാളുടെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗമായിരുന്നു അത്. ആ പോളിംഗ് അവസാനിച്ചതിന് ശേഷം അയാൾക്ക് ഇലഞ്ഞിപ്പറമ്പ് എന്ന ഗ്രാമത്തിലെ അതിൻ്റെ ആദ്യകാലത്തെ വോട്ടർ പട്ടികയൊക്കെ ശേഖരിച്ച് ആ ഗ്രാമത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ചരിത്രം അറിയുക എന്ന അന്വേഷണത്തിലാണ് ഈ നോവൽ വരുന്നത്. ഈ നോവലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ പ്രദേശത്തും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്, ഒരു 5-ാം ക്ലാസ്സുകാരനായിരുന്നു അന്ന് എനിക്ക് എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥ എങ്ങനെ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ കൂടി ആമുഖമായിട്ട് അത്രയും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ 352-ാം ഉപവകുപ്പ് പ്രകാരം രാഷ്ട്രപതിയായിരുന്ന പൃഥ്വിരാജ് മുഹമ്മദിനെ കൊണ്ട് അർദ്ധരാത്രിയാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ഊച്ചുവലിട്ടുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് എനിക്കറിയാവുന്നത്, അന്ന് അതിനെ സംബന്ധിച്ചൊന്നും കൂടുതലൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. സ്കൂളുകളിൽ നിന്ന് കിട്ടിയിരുന്ന 200 പേജുള്ള ബൗണ്ട് എന്നാണ് അന്ന് പറയുക, ചട്ടയുള്ള കാർഡ്ബോർഡ് ചട്ടയുള്ള നോട്ട് ബുക്ക്, അതിൻ്റെ പുറകുവശത്ത് പുറംചട്ടയിൽ ഇങ്ങനെ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു: കൂടുതൽ അധ്വാനം, കുറച്ച് സംസാരം, നാവടപ്പൂ, പണിയെടുക്കും. അന്ന് അതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അതിനെ സംബന്ധിച്ചൊന്നും കാര്യമായിട്ടൊന്നും അറിയുമായിരുന്നില്ല. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഈ മുദ്രാവാക്യവും അതിൻ്റെ പ്രസക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ നാട്ടിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആണ് ഒരു കോൺഗ്രസിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെയുള്ള അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കോൺഗ്രസ്സുകാരാണ്. സ്വാഭാവികമായിട്ടും ഞാനും അന്ന് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഞങ്ങൾ KSU പിള്ളേർ ഈ നാളെ നടക്കുന്ന ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടി പ്രചരണമൊക്കെ നമ്മുടെ നാട്ടിലെ സുധാകരമാഷൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണ പ്രവർത്തനം നടത്തി. അത് രസകരമായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു. അതേ ദിവസത്തെക്കുറിച്ചും നമുക്കറിയില്ല. ഒരു അമ്പലത്തിൽ കുളത്തിനടുത്തുള്ള ഒരു വെടിയേക്ക് മോഡിലാണ് കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ആഗസ്റ്റ് 15-നാണ് ഉദ്ഘാടനം. വർഷോർമ്മയില്ല, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. പിറ്റേ ദിവസം രാവിലെ, അതായത് ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ ജനങ്ങൾ ഉണർന്നത് ഈ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ തീരുമാനിച്ച കോൺഗ്രസ് ഓഫീസിന് പോയി കരിങ്കൊടി കെട്ടുകയും കരിയോയിലെടുക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് നാട്ടിലാകെ തരുന്നത്. അപ്പോൾ അത് ചെയ്തത് നക്സലൈറ്റുകളാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നക്സലൈറ്റുകളാണ് ഇത് ചെയ്തതെന്നാണ് നാട്ടിൽ പരക്കെ പറഞ്ഞു കേട്ടത്. പക്ഷെ എനിക്കത് സത്യത്തിൽ അവരോട് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. കാരണം അന്ന് രാവിലെ മിഠായി കൊണ്ട് പായസം കൊണ്ട് ഒക്കെ നഷ്ടപ്പെട്ടതിലുള്ളൊരു ദേഷ്യമാണ് ഞങ്ങൾക്കൊക്കെ, ഞങ്ങൾ കുട്ടികൾക്കൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ.
അടിയന്തരാവസ്ഥ കാലഘട്ടം. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ കുറേയധികം നെക്സലൈറ്റ് പാർട്ടിയുടെ ആളുകളുണ്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് ഞാൻ അങ്ങനെയൊക്കെ അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. ഈ കോൺഗ്രസ് ഓഫീസിനെ ഇങ്ങനെ ഒരു കാര്യം വന്നതിന് ശേഷം നാട്ടിൽ പോലീസ് വണ്ടി ദിവസവും വരികയും അതിൻ്റെ പ്രവർത്തകരെ അന്വേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും പല ആളുകളും, എനിക്കറിയാവുന്ന പല ആളുകളും വീട്ടിൽ നിന്ന് ഒഴുത്താവളങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനൊക്കെ ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് പോലീസ് സമ്പാദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പോലീസ് റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ്, അതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. ആ സമയത്താണ് 1976 എൻ്റെ ഓർമ്മ, നക്സലൈറ്റുകൾ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത്. ഭരണകൂടത്തിനെതിരായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്, പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് KO, MS സോമശേഖരൻ, DK പ്രഭാകരൻ മാഷ്, അങ്ങനെ കുറേ ആളുകളാണ്. ഇന്നും അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അടിയന്തരാവസ്ഥയിൽ കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ നക്സലൈറ്റുകൾ ഭരണകൂടത്തിനെതിരായ പല പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കേരളത്തിൽ 3 രക്തസാക്ഷികളുമുണ്ട്. മാർച്ച് 2 തീയതി പി രാജൻ, പ്രൊഫസർ ഈശ്വര വാര്യരുടെ മകൻ പി രാജൻ കക്കയം പോലീസ് ക്യാമ്പിൽ കൊല്ലപ്പെടുന്നു. മാർച്ച് 5 തീയതി പെരിന്തൽമണ്ണയ്ക്കടുത്ത അങ്ങാടിപ്പുറത്ത് വെച്ച് അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ അദ്ദേഹത്തെ നിരവധി ദിവസത്തെ പീഡനങ്ങൾക്ക് ശേഷം മറ്റൊരു ക്യാമ്പിലേക്ക്, മാലൂക്കുന്നിലേക്ക് കൊണ്ടുപോകുന്ന വഴി താൻ എന്തു തന്നെയായാലും കൊല്ലപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബാലകൃഷ്ണൻ ജീവത്യാഗത്തിൻ്റെ വഴി സ്വീകരിക്കുകയാണ്. പോലീസ് ജീപ്പിൽ പെട്രോൾ ക്യാൻ തട്ടിമറിച്ച് അതിലേക്ക് തീപ്പെട്ടിക്കുള്ളി ഒലിച്ചിട്ട് മുന്നിലിരിക്കുന്ന ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാരെ ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ. തിരുവനന്തപുരം ശാസ്ത്രമംഗലം ക്യാമ്പിൽ വെച്ചാണ് വർക്കല വിജയൻ മാർച്ച് 7 തീയതി കൊല്ലപ്പെടുന്നത്. പി രാജൻ കൊല ചെയ്യപ്പെടുന്നത് കരുണാകരനെതിരെ ഒരു യുവജനോത്സവ വേദിയിൽ വെച്ച് ഒരു പാട്ടുപാടി, അതുകൊണ്ടാണ് പി രാജൻ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യുന്നതും പോലീസ് ഉരുട്ടിക്കൊല്ലുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഈ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പങ്കെടുത്ത പല ആളുകൾ, സോമശേഖരൻ അടക്കമുള്ള, DK പ്രഭാകരൻ അടക്കമുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തിരുന്ന ആളായിരുന്നു പി രാജൻ. അതിനാണ് പി രാജനെ അറസ്റ്റ് ചെയ്യുന്നതും കോയിച്ചാരി തുടങ്ങിയ ആളുകളോടുകൂടി അറസ്റ്റ് ചെയ്യുന്നതും കക്കയം പോലീസ് ക്യാമ്പിൽ കൊണ്ടുവരികയും മൃഗീയ പീഡനത്തിനിരയാക്കപ്പെട്ട പി രാജൻ കൊല്ലപ്പെട്ട വാർത്ത പുറം ലോകത്ത് എത്തിക്കുന്നത് MS സോമശേഖരനും DK പ്രഭാകരൻ മാഷും KO അടക്കമുള്ള, എന്നോട് രാഘവേട്ടൻ അടക്കമുള്ള, കുന്നേൽ കൃഷ്ണേട്ടൻ അടക്കമുള്ള ആളുകൾ കോടതിയിലേക്ക് കൊണ്ടുപോയി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നു. ജയറാം മെഡിക്കൽ, മധുസൂദൻ, പുലിക്കോടൻ നാരായണൻ, ലക്ഷ്മണ തുടങ്ങിയ ആളുകളൊക്കെ ആയിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചിരുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഈശ്വരവാര്യർ കേസ് കൊടുക്കുകയും നഷ്ടപരിഹാരം നേടുകയും ആ നഷ്ടപരിഹാരത്തോടുകൊണ്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ രാജൻ്റെ പേരിൽ ഒരു വാർഡ് നിർമ്മിക്കുകയും അങ്ങനെ കേരളത്തിൽ ഒരുപാട് സംഭവവികാസങ്ങൾക്ക് ശേഷം ഉണ്ടായി. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഈ പുസ്തകവും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമത്തിൽ ഉണ്ടായ സംഭവവികാസങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ഇലഞ്ഞിപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ജയരാമൻ ഇലഞ്ഞിപ്പറമ്പ് എടുക്കുന്നത്. കുറേയധികം പഴയ വോട്ടർ പട്ടികകളൊക്കെ സംഘടിപ്പിച്ച് ആ വോട്ടർ പട്ടികയിലുള്ള ആളുകളിലൂടെയാണ് ഈ നോവൽ സഞ്ചരിക്കുന്നത്. അതിനാണ് കുഞ്ചൻ പറമ്പിൽ, കമല, പാതിരാകുമാരൻ, അരവിന്ദൻ, അങ്ങനെ കുറേ ആളുകൾ, കുറേ കഥാപാത്രങ്ങൾ ഇതിലൂടെ കടന്നു വരുന്നത്. ഒരു നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്ന ആ ഗ്രാമത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വന്നു ചേർന്ന ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഇതിനുള്ളത്. ഗ്രാമത്തിൻ്റെ എല്ലാ
സൗഹാർദ്ദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവർ പല തട്ടുകളിലായി തിരിക്കപ്പെട്ട് പരസ്പരം പോർവിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നോവൽ വരച്ചു കാട്ടുന്നു. ഇരഞ്ഞിപ്പറമ്പിലെ ഒരു മുസ്ലിം പള്ളിയുടെ ചുമരിൽ അടിയന്തരാവസ്ഥ തുഴയട്ടെ, ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യം അങ്ങനെ എഴുതിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി അത് എഴുതിയത് കമ്മ്യൂണിസ്റ്റുകാരായ തീവ്രവാദികളായ അരവിന്ദൻ അതുപോലെയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ആരോപിക്കപ്പെട്ടുകൊണ്ട് കുറ്റമാരോപിച്ചുകൊണ്ട് പോലീസ് പ്രദേശത്ത് നരനായാട്ടിനെ നടത്തുകയാണ്. അത് 10ാം ക്ലാസ് പഠിക്കുകയായിരുന്ന തുഞ്ചൻ പറമ്പിൽ കമല, വോട്ടർപട്ടികയ്ക്ക് പേര് പോലും ഇല്ലാത്ത കമലയാണ് എന്നാണ് നോവലിസ്റ്റ് പറയുന്നത്. ഈ കമലയെ അടക്കം പിടിച്ചുകൊണ്ട് മൃഗീയ പീഡനത്തിന് ഇരയാക്കുമ്പോൾ അന്ന് നാടുവിട്ടുപോയ അരവിന്ദൻ പിന്നെ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരില്ല. കമല ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അരവിന്ദൻ ധാരാളം വായിക്കുമായിരുന്നു, കവിതകൾ എഴുതുമായിരുന്നു. അവരെന്നും ഒരു മരച്ചുവട്ടിൽ സന്ധിക്കാറുണ്ടായിരുന്നു. അരവിന്ദൻ്റെ തിരോധാനത്തിന് ശേഷം കമല പുറത്തിറങ്ങിയിട്ടേയില്ല. ചെമ്പരത്തി പൂവിനെ ഏറെ സ്നേഹിച്ചിരുന്നതാണ് കമല. ഒരുപാട് ചെമ്പരത്തി പൂക്കൾ വീട്ടിൽ വളർത്തിയിരുന്നു. പിന്നീട് കുറേ കാലം വീട്ടിൽ പുറത്തിറങ്ങാതിരുന്ന കമല ഈ ജയരാമനും ഡൽഹിയിൽ നിന്ന് ഈ ഗ്രാമത്തെപ്പറ്റിയും അടിയന്തരാവസ്ഥയെപ്പറ്റിയും ഗവേഷണം നടത്തുന്ന 2 വിദ്യാർത്ഥികൾ ശിവകാമി, നബീൽ എന്നിവരായിരുന്നു ജയരാമനൊപ്പം ഇരഞ്ഞിപ്പറമ്പിലെത്തുക. അവരാദ്യം കാണുന്നത് കമലയാണ്. കമല അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഓരോ ആളുകളെയും പറഞ്ഞു കൊടുക്കുന്നു. അവരത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇരഞ്ഞിപ്പറമ്പിൽ കുറേ ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറേ ആളുകൾ അവർ നേരിട്ട് കാണുകയും അടിയന്തരാവസ്ഥയിൽ ഉണ്ടായ സംഭവങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരു ദിവസം പുറത്തിറങ്ങാത്ത കമല ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങണം, എനിക്കൊരു യാത്ര പോകണമെന്ന് ആവശ്യപ്പെടുക. അങ്ങനെ അവർ വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുത്തൊരുങ്ങി യാത്ര പോകാൻ ഇറങ്ങുന്നു. കൂടെ ആരും വരേണ്ടെന്ന് പരിശോധിക്കുന്നു. കുറേയേറെ ചെമ്പരത്തിപ്പൂക്കൾ അവർ വിട്ടുപറമ്പിൽ തുടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നു. ഈ ചെമ്പരത്തിപ്പൂക്കളുമായാണ് അവർ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ജയരാമനോ ഈ ശിവകാമിക്കോ നബീലിനോ കൂടെ ഉണ്ടായിരുന്ന സരോജിനിക്കോ ഒന്നും തന്നെ അറിയുമായിരുന്നു. എങ്കിലും അവരും പിന്നാലെ പോകുന്നു. അവർ നേരെ ചെല്ലുന്നത്, കമല നേരെ ചെല്ലുന്നത്, ഈ സംഘം നേരെ ചെല്ലുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുമ്പിൽ. ആ മോർച്ചറിയിൽ മാവോയിസ്റ്റുകളെന്ന് ആരോപിക്കപ്പെട്ട് പോലീസ് വെടിവെച്ച് കൊന്ന, ഏറ്റുമുട്ടലിൽ വെടിവെച്ച് കൊന്ന 3 മാവോയിസ്റ്റുകൾ ആ മോർച്ചറിയിലുണ്ട്. അതിലൊന്ന് അരവിന്ദനാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കമല കാണാൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ എത്തിയ കമലയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തു. കാണാൻ അനുവദിക്കാതെ, പിന്നീട് കാണാൻ അനുവദിച്ചു, ഉന്നത പോലീസ് ഓഫീസർ കാണാൻ അനുവദിച്ചു. പക്ഷെ അവരെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. മാവോയിസ്റ്റ് ചെങ്കുട്ടുവൻ അങ്ങനെ എന്തോ പേരിലുള്ള ഒരാളാണെന്നും അയാളുടെ സഹായം ചെയ്യുന്ന ആളാണ് കമല എന്നും ആരോപിച്ചുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. കൂടാതെ ഡൽഹിയിൽ നിന്ന് വന്ന ഈ 2 ഗവേഷണ വിദ്യാർത്ഥികൾ ശിവകാമിയെയും നബീലിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കസ്റ്റഡി ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്ത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പന്തീരാങ്കാവിൽ വെച്ചിട്ട് മാവോയിസ്റ്റുകളുടെ ലഘുലേഖ കിട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് 2 വിദ്യാർത്ഥികളെ ഈ അടുത്ത കാലത്ത് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് അലൻ താഹ എന്നായിരുന്നു. അവർ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുകൊണ്ട് ലഘുലേഖ പിടിച്ചു എന്നാണ് അവരുടെ പേരുള്ള കുറ്റം. ലഘുലേഖ അവരുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പന്തീരാങ്കാവിൽ. ഈ മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മോർച്ചറിയിൽ ഈ മാവോയിസ്റ്റുകളുടെ ജഡം കൊണ്ടുവന്നു എന്ന നോവൽ ആ ഭാഗം വായിക്കുമ്പോൾ
കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിനടുത്ത കരുളായി വനത്തിൽ 3 മാവോയിസ്റ്റുകളെ കേരള പോലീസ് ഏറ്റുമുട്ടൽ എന്ന വ്യാജേന വെടിവെച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ജഡവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്കാണ് വന്നത്. സാന്ദർഭികമായി അവരുടെ ജഡം അന്ന് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഞാനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് പോയിട്ടുണ്ട്. ഇന്നിവിടെ ഒരുപാട് ആളുകൾ കുട്ടകൂടിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ എത്തിയിരുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന പ്രദീപൻ പാമ്പിൽ നിന്നാണ്. ഒരു വാഹനാപകടത്തിൽ പെട്ട് കുറേ ദിവസങ്ങൾ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം മരണത്തിലേക്ക് കീഴടങ്ങിയ പ്രദീപൻ പാമ്പിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഞാനും അവിടെ എത്തിയത്. ഞാനിത് സൂചിപ്പിച്ച നോവൽ വായിക്കുമ്പോൾ കമല മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആസ്വദിപ്പിച്ചത്. പിന്നീട് ഈ നോവലിൽ സംഭവിക്കുന്നത് കമലയുടെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലുള്ള കുറ്റം ഒഴിവാക്കപ്പെടുകയും കോടതി അവർക്ക് ജാമ്യം നൽകുകയും ഇരിഞ്ഞിപ്പറമ്പ് എന്ന ഗ്രാമം പഴയതുപോലെ പാട്ടുപാടിയും ഒക്കെ എത്തുന്ന ഒരു രീതിയിലേക്കാണ് എത്തുന്നത്. ഈ രമേശ് കാവലിൻ്റെ ആദ്യ നോവലാണ് പാതിര. ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത നോവലിനുള്ള പൂർണ്ണ ഉപഭോഗ അവാർഡ് ഈ നോവൽ കരസ്ഥമാക്കി. രമേശ് കാവല് സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് തുടർച്ചയായി 5 വർഷം നേടിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ രമേശ് കാവലിൻ്റെ ഈ പാതിര എന്ന നോവൽ. വായിച്ചിരിക്കേണ്ടതാണ്. അടിയന്തരാവസ്ഥ പശ്ചാത്തലത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് പത്രമാണ് പാതിര നോവൽ. ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആയ ഈ കൊല്ലം, ഈ വർഷം തീർച്ചയായും ഈ നോവൽ വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ഇതാണ് രമേശ് കാവലിൻ്റെ പാതിര എന്ന നോവൽ. ഈ നോവൽ പൂർണ്ണ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 340 രൂപയാണ് ഈ നോവലിൻ്റെ വില. നോവലിസ്റ്റ് തൻ്റേതായ ഒരു നിലപാട് പോലെ അവസാനത്തെ 54-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. കമല പറയുന്നതായിട്ടാണ് ഇതിലുള്ളത്. ഞാൻ ദേശവിരുദ്ധയല്ല, തീവ്രവാദിയുമല്ല, മനുഷ്യസ്നേഹമല്ലാതെ മറ്റൊന്നും അറിയാത്ത ഒരു പിതാവിൻ്റെ മകനാണ്. ഒരു പ്രണയത്തിൻ്റെ 50 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചു. കൂമൻകുന്നിലേക്ക് തുറന്നു വെച്ച ജാലകങ്ങൾ അടച്ചു. ഇനി പുതിയ കമല. ആയുധങ്ങളെടുത്ത് അടരാടുന്ന കാലം കഴിഞ്ഞു. ഒറ്റ ബോംബ് കൊണ്ട് ലോകത്തെ ചുട്ടരിക്കാനാകുന്ന കാലത്ത് അഹിംസയോളം വലുതായി എന്തുണ്ട്. ഇതാണ് കമല അവസാനമായി പറയുന്ന ഒരു ഈ നോവലിൽ പറയുന്ന ഒരു വാചകം. അഹിംസയാണ് ലോകത്ത് ഇനി വേണ്ട പുതിയ സന്ദേശം എന്നാണ് കമല ഇതിലൂടെ പറയുന്നത്. ഇത് പറയുമ്പോഴാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധമുള്ള രാജ്യത്ത് കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്നത് എന്നും കൂടി നാം നോക്കും. എൻ്റെ ഈ ലഘുഭാഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഒരുപാട് തകരാറുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഓർമ്മയിൽ നിന്നുമാണ് ഇത്രയും കാര്യങ്ങൾ വന്നത്.